ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും കഴിക്കാവുന്നൊരു ഹെൽത്തി ഐറ്റമാണ്. ഇത് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നമുക്കൊന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് റവ, അത് വറുത്തതോ വറുക്കാത്തതോ ആകാം, 1/2 കപ്പ് ഗോതമ്പ് പൊടി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ആവശ്യത്തിന് ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിൽ 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. മുഴുവനും ഒറ്റയടിക്ക് ഒഴിക്കരുത്, ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്ത് മാവൊന്ന് നമുക്ക് കലക്കിയെടുക്കാം. മാവ് നമ്മൾ കലക്കിയെടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് വരാൻ. ചില മാവിൻ്റെ ഓരോ പ്രത്യേകത കാണും. അപ്പം 1/2 കപ്പിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ അതൊഴിച്ച് ഈ രൂപത്തിൽ തന്നെ നമ്മൾ മാവ് എടുത്തിരിക്കണം. നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിരുന്ന മാവ് നമുക്കൊന്ന് നോക്കാം. കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മുരിങ്ങയില നമ്മൾ ഇല മാത്രം എടുത്തത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇത്രയും അളവ് വേണമെന്നൊന്നുമില്ല, അവനവൻ്റെ രുചിക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം. വേറെ വെജിറ്റബിൾസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അടയൊക്കെ ചുടാനെടുക്കുന്ന മാവിൻ്റെ പരുവമാണ്. നമുക്കിനി ഇതൊന്ന് പാനിൽ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഈ മാവ് ഒരു 2 അടയ്ക്കുള്ളതുണ്ട്. നമുക്ക് ഇത് 2ആയിട്ട് അതുകൊണ്ട് ഒന്ന് ചുട്ടെടുക്കാം. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വെന്തെടുക്കണം. അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം. നമുക്ക് ഈ സ്നാക്ക് ഒന്ന് നോക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വെന്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിരിക്കുകയാണ്. നമുക്കൊരെണ്ണവും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ സ്നാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ഓംലെറ്റിൻ്റെ മണമൊക്കെയാണ് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.